22 വർഷങ്ങൾക്ക് ശേഷം സോമയാഗത്തിന് തൃശൂർ വേദിയാകുന്നു. പെരുവനം ഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ ചിറക്കാക്കോട് എളങ്ങള്ളൂർ മനയിലാണ് സോമയാഗം നടക്കുന്നത്. സോമയാഗത്തിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്ക് പുറമെ യാഗം ചിത്രീകരിക്കാനും ഗവേഷണത്തിനുമായി നിരവധി വിദേശികളും യാഗവേദിയിലേക്ക് എത്തുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിലിന്റെ റിപ്പോർട്ട്. ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് തൃശ്ശൂരിൽ ഒരു സോമയാഗത്തിന് വേദിയാകുന്നത്. അത് തൃശ്ശൂർ ചിറക്കാക്കോടുള്ള എളങ്ങള്ളൂർ മനയിലാണ് സോമയാഗം ആരംഭിച്ചിരിക്കുന്നത്. പ്രമുഖരായ ആളുകളെല്ലാം കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് ഒരു സോമയാഗത്തിന് വേദിയാകുന്നത്. സോമയാഗത്തിന് വേദിയാകുന്നതിൻ്റെ സമ്പൂർണ്ണമായ നടത്തിപ്പുകാരനായ സദാനന്ദൻ നമ്പൂതിരി നമ്മോടൊപ്പം ചേരുന്നു. ഈ എത്ര ദിവസമാണ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതിപ്പോൾ തൃശ്ശൂർ നടന്നിട്ടൊരു 22 വർഷമായി. അത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളൊരു ഭാഷയിലാണത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകൃതിക്കായിട്ട് ചെയ്യണതാണ്. എല്ലാ ദ്രവ്യങ്ങളും പ്രകൃതി കൊണ്ടുണ്ടാക്കിയ ദ്രവ്യങ്ങളാണ്. അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് അറിയുന്നത് വളരെ കുറച്ചാളുകൾക്കേ കേരളത്തിൽ അറിയണവരുള്ളൂ. എത്ര പേര് ഇപ്പോൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇതിനകത്ത് 60 കർമ്മികളുണ്ടായിരിക്കും. മൊത്തം ഒരു 60ഓളം കർമ്മികളും ഉണ്ടായിരിക്കും ഇതിൽ മൊത്തം. ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഈ സോമയാഗം കടന്നു പോകുന്നത്? ഇപ്പോൾ ഓരോ ദിവസങ്ങളും അതിന് പ്രത്യേകതകളൊക്കെ ഉണ്ടാവും. ഓരോ ദിവസവും പ്രത്യേകതകളുണ്ട്. അത് ഈ എല്ലാ ദിവസവും പ്രവർഗ്യം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്നത് ആധാനാണ്. നാളെ മുതൽ സോമയാഗം എന്ന് പറയുന്നത്. അവസാനത്തെ ദിവസം ഒരു 4-ാം തീയതി ഒരു 8 മണിയോട് കൂടിയിട്ട് അത് അഗ്നിക്കിരയാക്കും. അങ്ങനെയാണ്. ഇതിനകത്ത് പ്രധാനമായും ഈ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താ? ശരിക്കും സമൂഹത്തിന് നൽകുന്നതെന്ന് പറഞ്ഞാൽ ഞാനിത് ഒരു 10 വർഷമായി ഇത് നടത്തണം എന്ന് വിചാരിച്ചിരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ ഒരു മോശമായിട്ടുള്ള ഒരു നാട് എന്നുള്ള എവിടെ ചെന്നാലും ചിറക്കാവട്ടുന്നാണോ അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനി ഇത് നാളെ ചെല്ലുമ്പോൾ ഒരു യാഗം നടന്ന ഭൂമി എന്നുള്ളത് ചോദിക്കണം എന്നുള്ളൊരു മോഹം കൊണ്ടാണ് നമ്മൾ നടത്തുന്നത്. പിന്നെ ഈ നാട്ടുകാരുടെ സപ്പോർട്ട് അസാധ്യമായിട്ടുണ്ട്. വിദേശികളും നിരവധി വന്നിട്ടുണ്ട്. വിദേശികൾ ഒരു 10-15 ആൾ ഇന്ന് വന്നിട്ടുണ്ട്. നാളെ കുറേ പേര് വേറെ വരും എന്ന് പറയുന്നുണ്ട്. അവരിത് റിസർച്ച് ചെയ്യുന്നത്? അവർ റിസർച്ചാണത്. ഏതായാലും 22 വർഷത്തിന് ശേഷം വരുന്ന ഒരു സോമയാഗത്തിനെ വരവേൽക്കാൻ ഈ നാടും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. 4-ാം തീയതി വൈകിട്ട് ഈ യാഗശാല അഗ്നിക്ക് നൽകുന്നതോടുകൂടി സോമയാഗത്തിന് സമാപനമാകും. റിപ്പോർട്ടർ ജെയ്സൺ, റിപ്പോർട്ടർ തൃശ്ശൂർ.